നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് മങ്കയത്താണ്. മങ്കയം ഇക്കോ ടൂറിസം ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അതിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഈ മങ്കയം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ഉണ്ട്. ഏതാണ്ട് ഒരു 600 ഏക്കറിന് മേളിലുള്ള ഒരു എസ്റ്റേറ്റാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ഒരു എസ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് കയറാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കയറാം. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും കുറേ ട്രക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് അപ്പോൾ തിരിച്ചു വരാം. ഒരുപക്ഷെ ഈ മങ്കയം എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. ഈ മങ്കയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ പാലോട് ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട പെരിങ്ങമല സെക്ഷനിൽപ്പെട്ട സ്ഥലമാണ്. നമ്മളിവിടെ മങ്കയത്ത് വരണമെങ്കിൽ ഇതിന് പ്രവേശന ഫീസ് ഉണ്ട്. ഒരാൾക്ക് 40 രൂപ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ കാറുകളാണെങ്കിൽ അതിന് 30 രൂപ കൊടുക്കണം. മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരമില്ലാതെയാണ് ഈ വെള്ളച്ചാട്ടം. ഏതാണ്ട് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നടന്നു പോകാനുള്ള. പക്ഷേ റോഡ് നടന്നു പോകാനുള്ള വഴി ചില ദുർഘടം പിടിച്ചതാണ്. എന്നാൽ സൈഡിൽ വേലി കെട്ടിയിട്ടുണ്ട്. നമുക്കതെ പിടിച്ച് നമുക്ക് കയറാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേലിയാണ്. തമ്പാനൂരിൽ നിന്നും ഇങ്ങോട്ട് ബ്രൈമൂർ എസ്റ്റേറ്റിലോട്ട് രാവിലെയും ഉച്ചയ്ക്കൊക്കെ ബസ് സർവീസ് ഉണ്ട്. പക്ഷേ അല്ല, ബസ്സിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ചു പോകാൻ ചിലപ്പോൾ ബസ് കിട്ടാനൊക്കെ കൃത്യസമയത്ത് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബൈക്കിലും കാറിലും ഒക്കെ വരുന്നതാണ് കുറച്ചുകൂടെ സൗകര്യം. അതുപോലെ ഇവിടെ എല്ലാ മൃഗങ്ങളും ഉള്ള സ്ഥലമാണ്. ആനയും കാട്ടുപോത്തും കടുവയും കരടിയും എല്ലാ മൃഗങ്ങളും ഉണ്ട്. പക്ഷേ അല്ല, പകലൊന്നും അങ്ങനെ അധികം ഇവിടെ അങ്ങ് ശല്യം ചെയ്യാനൊന്നും മൃഗങ്ങളൊന്നും വരാറില്ല. ഇവിടെ ഗൈഡുകളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വെള്ളത്തിലിറങ്ങി വെള്ളച്ചാട്ടത്തിനടുത്ത വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് താഴെ വേണമെങ്കിൽ നമ്മൾ കയറി വരുന്ന ആ സ്ഥലത്ത് കുളിക്കാൻ സൗകര്യമുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ഒരു മഴക്കാലത്ത് ചില ഒരു വർഷമെങ്കിലും അവിടെ കുളിക്കാൻ പാടില്ല. ഇവിടെ ചില അപകടങ്ങളൊക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. എന്നാൽ മൺസൂണൊക്കെ ആകുമ്പോഴത്തേന് ഇത് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം കാണുമെന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത്. വെള്ളച്ചാട്ടത്തിൽ വെള്ളം വളരെ കുറവാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ സിറ്റിയിൽ നിന്ന് നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സുഖം, നല്ല AC റൂമിൽ ഇരിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഗൈഡിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എത്ര സമയം വേണേലും ഇവിടെ ചിലവഴിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ 5 മണി ആയി കഴിഞ്ഞാൽ അവരാരെയും പിന്നെ അതിന് ശേഷം ഇവിടെ നിർത്തത്തില്ല. അപ്പോൾ നമുക്ക് താഴെ ആ റോഡിനടുത്തുള്ള കുളിക്കടവിലോട്ട് പോയി നോക്കാം. ഇപ്പം കുളിക്കടവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വരുന്നവർ കുളിക്കാൻ അവിടെ സൗകര്യമുണ്ട്. ആവശ്യക്കാർ ഒരു പ്രശ്നമില്ല. അവിടെ സേഫ്റ്റിയാണ്, കുളിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അവിടോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോകുന്ന നമ്മൾ വന്ന വഴിതേക്കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. 2 സൈഡിൽ നിന്നുണ്ട് നല്ല സേഫ്റ്റി ആയിട്ടെല്ലാം. ഒരു സൈഡിൽ നല്ല വേലിയുണ്ട്, മറ്റേ സൈഡിൽ പാറക്കെട്ടുകളും മറ്റു കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അതെ പിടിച്ച് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പേടിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ ഗൈഡുണ്ട്. ഇവിടെയുള്ള വാട്ടർ ടാങ്കിൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം ഇവിടെ സംഭരിക്കുന്നുണ്ട്. ഈ വെള്ളമാണ് താഴെ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. അതുപോലെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം. അവരൊക്കെ ആ വെള്ളം തന്നെയാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്, കുടിക്കാനും. നമ്മളെ അങ്ങനെ താഴെ എത്തി. ഇവിടെ വേണമെങ്കിൽ കുളിച്ചോളാൻ പെർമിഷൻ കിട്ടി. പക്ഷേ ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം വളരെ രൗദ്രഭാവത്തിലുള്ളതായിരിക്കും. ഇവിടെ ഒന്നും ആരും ഇറക്കത്തില്ല. ഇപ്പോൾ വെള്ളം വളരെ കുറവുള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പെർമിഷൻ കിട്ടുന്നത് കുളിക്കാൻ. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇവിടെ താഴ്വശത്തെ പെർമിഷൻ കിട്ടും കുളിക്കാനായിട്ട്. പക്ഷേ ഇവിടുത്തെ കിടക്കുന്ന ഈ ഉരുളൻ കല്ലുകൾ കണ്ടാൽ അറിയാം എത്ര രൗദ്രഭാവത്തിലായിരിക്കും ഈ വെള്ളച്ചാട്ടം വരുന്നതെന്ന്. അതുകൊണ്ട് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പേടി തോന്നും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോലും നമുക്കിതുവഴി നടക്കുമ്പോൾ നമ്മൾ കാല് തെറ്റരുത്. കാല് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നടക്കാൻ പാടുള്ളൂ. തൽക്കാലം സമയക്കുറവുകൊണ്ട് കുളിക്കാനൊന്നും നിൽക്കുന്നില്ല. തിരിച്ച് നമുക്ക് ബ്രൈമൂർ എസ്റ്റേറ്റിൽ കൂടെ പോകണം. അതിനാൽ തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ വരുമ്പോൾ ആഹാര വസ്തുക്കളൊക്കെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുന്നെങ്കിൽ നല്ലതാണ്. ഇവിടെ കടകളൊന്നും തന്നെ ഇല്ല. അതുപോലെ കുടിക്കാൻ വെള്ളം വേണ്ടിയവർ അതും കൊണ്ടുവരിക.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ബെഞ്ചും ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കാറ്റ് കൊള്ളാം, റെസ്റ്റ് എടുക്കാം. റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം. വണ്ടി റോഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ട് നമുക്ക് പോകാം. അങ്ങനെ ബ്രൈമൂർ എസ്റ്റേറ്റിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇത് 1880 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു എസ്റ്റേറ്റാണ്. ഇവിടെ തേയില, റബ്ബർ, കാപ്പി, അതുപോലെ തന്നെ ഗ്രാമ്പു, അങ്ങനെ പല തരത്തിലുള്ള കൃഷി ചെയ്യുന്ന ഒരു എസ്റ്റേറ്റാണ്. അതായത് 680 ഏക്കറിന് മുകളിൽ അന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെത്ര ഏക്കറാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ ഉയരത്തിലാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രവേശന ഫീസ് 200 രൂപയാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് 200 രൂപയും നമ്മൾ കൊടുത്താലേ ഉള്ളിൽ കയറ്റി വിടത്തുള്ളൂ. പിന്നെ കുറേ ചുറ്റിയടിക്കാൻ, ട്രക്കിങ് ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഇത്രയും എസ്റ്റേറ്റിന് ചുറ്റും റോഡുണ്ട്. അതുപോലെ തന്നെ അവിടെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, പിന്നെ അയ്യപ്പ ക്ഷേത്രമുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും. ഇത് ഫോറസ്റ്റോട് ചേർന്ന് ചുറ്റും ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ 2 വർഷമായിട്ട് ഇവിടെ തൊഴിൽ പ്രശ്നം മൂലം ഇവിടെ പൂർണ്ണതോതിൽ എസ്റ്റേറ്റ് പ്രവർത്തനം നടന്നിരുന്നില്ല. അതുകൊണ്ട് പല ഏരിയയും കാട് പിടിച്ച കിടക്കുകയാണ്. അപ്പം പൂർണ്ണതോതിൽ അത് സജ്ജമായതിനു ശേഷം വീണ്ടും വന്ന് നമുക്കൊന്ന് കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കയറി ഇപ്പോൾ കാഴ്ചകൾ കണ്ടാൽ, കുറച്ചങ്ങോട്ട് കയറി അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എന്നാണ്ട് ആ പഴയ 2 വർഷം മുമ്പുള്ള ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് ടൂറിസവും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇനി അവർ വീണ്ടും അത് സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ അക്കോമഡേഷനും മറ്റു കാര്യങ്ങളും എല്ലാം, ഫുഡും എല്ലാം കൊടുക്കുന്ന രീതിയിൽ ഹോം സ്റ്റേ ആയിട്ട് തന്നെ അവർ ആരംഭിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നീട് വന്ന് ഒരിക്കൽ ഇവിടെ മാത്രമായിട്ട് വരാം. വനത്തിൽ കൂടെ നല്ലൊരു അനുഭവമാണ്. ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നല്ല മഴക്കാലത്ത് ഇവിടെ വരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം തിരിച്ചു പോവാം. നമ്മുടെ കൂട്ട് തന്നെയാണ് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം. ആരും തന്നെ കയറി പോകുന്നില്ല, എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഈ കണ്ടീഷനൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും തിരിച്ചു പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മങ്കയത്തും ബ്രൈമൂർ എസ്റ്റേറ്റും കാണാൻ സാധിച്ചു. എസ്റ്റേറ്റ് കാണാൻ സാധിച്ചില്ല, ഗേറ്റും അതിൻ്റെ ഉൾവശത്ത് കയറാൻ സാധിച്ചു. അപ്പോൾ വീണ്ടും നമുക്കിവിടെ വരണം, ഇവിടുത്തെ കാഴ്ചകൾ വീണ്ടും കാണണം. വളരെ നല്ല കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.